അയ്യപ്പനെ കാണാൻ പോകുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കഥയാണ്. അയ്യപ്പനെ കാണാൻ മറ്റു ദൈവങ്ങളുടെ പോലെയല്ല. അയ്യപ്പൻ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ആണ്, കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്. ഓരോന്ന് നമ്മൾ ഓരോ വരി കഴിയുമ്പോൾ നമുക്കിനി അടുത്തത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പിടിച്ചാലോ, ഓക്കെ എഴുതുന്നു. പിഴയൊരാൾക്കും വരുത്താതിരിക്കുവാൻ തേടലി ജീവിത സാരം. ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, കൈ കോർത്ത് തന്നെ പിടിക്കണം എന്ന് പറയുന്ന അതാണ് ഈ സംഘം ശരണം ഗച്ഛാമി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ശരണം വിളി കൂട്ടായിട്ട് ഇങ്ങനെ ഹാർമണി നമ്മൾ പറയില്ലേ. ആർത്തി പെരുമ്പാമ്പിൻ വായിലിരുന്നിട്ടും തീനിനപേക്ഷിക്കും പോലെ താന്തരായി പാതവക്കിലെ വാടകപ്പുര വാഴും. കമ്പോസേഴ്സ് മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പം ചിലർ ഹൃദയം കൊണ്ട് കമ്പോസ് ചെയ്യുന്നു, ചിലർ മ്യൂസിക് അറിഞ്ഞ് അതിൻ്റെ ഒരു കണക്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കമ്പോസ് ചെയ്യുന്നു. എനിക്ക് പലപ്പോഴും ജോൺസൺ മാഷ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അതേപോലെ വിജയേട്ടൻ ചെയ്യുമ്പം കുറച്ച് ബ്രെയിനും കൂടി അതിനകത്ത് വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ വെച്ച് കമ്പയർ ചെയ്യല്ല, അങ്ങനെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു പാട്ട് ഇങ്ങനെയായിരിക്കും അവസാനിക്കുന്നതെന്ന് തോന്നുന്നിടത്തല്ല അത് അവസാനിക്കുക, അവിടെ നിന്ന് വേറെ റൂട്ടിലേക്ക് പോകും. നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു എൻഡായിരിക്കും ആ പാട്ടിന് ഉണ്ടാവുക. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു അനുപല്ലവി ഉണ്ടാവും, അതായിരിക്കില്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുപല്ലവി ആയിരിക്കും. അങ്ങനെ പലപ്പോഴും വിജയേട്ടൻ്റെ പാട്ടുകൾ തോന്നില്ല. പലപ്പോഴും ഞാനിങ്ങനെ പഠിച്ചു വെച്ചിട്ട് പിന്നെ കേൾക്കുമ്പോഴയ്യോ ആ നോട്ടല്ലല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനെ ഈ സംഗീതജ്ഞാനവും മനസ്സും ബ്രെയിനും കൂടി കലർത്തി മ്യൂസിക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബ്രെയിനും കൂടി എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം 100% ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനുശേഷം നമ്മൾ അതിനെ ഇഷ്ടപ്പെടുക പറ്റുമോ എന്നുള്ളത് നോക്കുക, ഇഷ്ടപ്പെടാൻ പറ്റുമോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളിലെ കേൾപ്പിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് തോന്നുന്നത്. കാരണം ഈ കവിതയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജാഗ്രത വേണ്ടത് എനിക്ക് തോന്നുന്നു ഈണത്തിനായിരിക്കണം. അല്ലെ പിന്നെ നമ്മൾ ആകെ ഒരു 7 സ്വരങ്ങൾ അല്ലെങ്കിൽ 12 സ്വരങ്ങൾ എല്ലാം ചേർത്ത് അതിൻ്റെ ഉള്ളിൽ എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഈണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയും അത് വെച്ച് തന്നെ നമ്മൾ പുതിയ ഈണം ഉണ്ടാക്കുക എന്നുള്ളത് അതൊരിക്കലും പുതിയതല്ല, പുതിയ കോമ്പിനേഷൻസാണ്, പുതിയ പ്രോബബിലിറ്റീസാണ്, പുതിയ ഫ്രേസുകളുടെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഈണം എന്ന് പറയുന്നത് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വരം എന്ന് പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കുന്ന സ്വരം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള പാട്ടിൻ്റെ സ്വരമാണ് ഈ വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ എനിക്കും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വരാതെ നമ്മൾ തന്നെ നമ്മളെ വഴിതെറ്റിച്ച് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. പിന്നെ ഈ സ്വരങ്ങൾ അടുക്കിപ്പെറുക്കി ഇപ്പോൾ നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ്? പല തുള്ളികൾ ഒരു പെരുവെള്ളമാകുന്ന പോലെ പല സ്വരങ്ങളാണല്ലോ ഒരു പാട്ടാകുന്നത്. അപ്പോൾ ഒരു സ്വരം വന്നാൽ ഒരു സ്വരം അടുത്ത സ്വരം ഏത് വേണം എന്നുള്ളത് നമ്മൾ അപ്പോൾ ട്യൂണായി. മലരുകൾ ഒരു വരിയായി. അപ്പൊ മലരുകൾ എന്നാക്കിയ മറ്റൊരു ട്യൂണായി അല്ലേ. മലരുകൾ വേറെ ട്യൂണായി. ഇതേ നോട്ടുകൾ മാറ്റും. മലരുകൾ വളരെ എന്താ പറഞ്ഞ പോപ്പുലർ ട്യൂണുകൾ ഇതൊക്കെ. മലരുകൾ കുറച്ചും കൂടി റെയറായി. മലരുകൾ പിന്നെയും റെയറായി. മലരുകൾ വേറെ. അപ്പൊ അങ്ങനെ മാറ്റി ആലോചിക്കും ഇത്. അപ്പോൾ റെയറുമായിരിക്കണം, പക്ഷേ ഇഷ്ടപ്പെടുകയും വേണം അല്ലേ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസണൻസ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത അവിടെ തെക്ക് വടക്ക് ഓരോ നോട്ടുകൾ ഇട്ടിട്ടും കാര്യമില്ല. അത് അങ്ങനെയൊക്കെ കുറച്ച് വെല്ലുവിളികളുണ്ടല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതാണ് നമ്മളെ ബ്രെയിൻ ഇങ്ങനെ, അതായത് മനസ്സിൽ നിന്ന് ധ്യാനത്തിലുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പഴയ പാട്ട് വരുന്നതാണ്, തികട്ടി വരുന്നതാണ്. ആൾക്കാരെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കും. പക്ഷെ നമ്മൾ ചെയ്ത പാട്ടുകളും ചിലപ്പോൾ ആവർത്തിക്കപ്പെടുമല്ലോ, നമുക്ക് മനസ്സിലാവും. എന്തായാലും ബോധപൂർവ്വം തന്നെയാണ് ആവർത്തിക്കപ്പെടുക.
അതിനെയൊക്കെ മാറ്റുന്ന രീതിയിൽ വേണം പുതിയതായി. ചിലപ്പോൾ നമ്മളുടെ തന്നെ ആവർത്തിക്കാറുണ്ട്, പലപ്പോഴും ബോധപൂർവം ആവർത്തിക്കാറുണ്ട് ചില ഫ്രേസുകൾ. അതിനെയാണ് സിഗ്നേച്ചർ നമ്മൾ പറയുമല്ലോ. ഇന്നയാളുടെ പാട്ട് പെട്ടെന്ന് മനസ്സിലാവും. അത് ഇതുകൊണ്ടാണ് നമ്മൾ പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവും പലപ്പോഴും. ഈ പാട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ വരിയും ട്യൂണ് കോംപ്ലിക്കേറ്റഡും ആണ്, എന്നാൽ വരിക്ക് കറക്റ്റായിട്ടാണെങ്കിൽ മേലേ മേഘക്കൊമ്പിൽ ചന്നം പിന്നും മിന്നൽ തൊട്ട് പുതുമഴയുടെ കുടമുടയും കാലം, അവിടെ ഉടഞ്ഞു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. മഴ ഇങ്ങനെ വന്ന് 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 താഴെ വീഴുന്ന ഒരു ഫീലും ഉണ്ട്. പക്ഷെ അങ്ങനെ കേട്ടിട്ടുമില്ല. അങ്ങനെ അതിലും റഫീഖ ഭയങ്കര രസമായിട്ടുള്ള കുറേ വരികളുണ്ട്. റഫീഖയുടെ ഒപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ശരിക്കും എൻ്റെ മനസ്സിലുള്ള ആ ഒരു മൂല്യങ്ങളെല്ലാം ഉള്ള ഒരു പാട്ടാണ് അയ്യൻ അയ്യൻ എന്ന് പറഞ്ഞ പാട്ട്. എനിക്ക് ഞാൻ ഇതുവരെ കേട്ടൽ വെച്ചിട്ട് എൻ്റെ കേൾവിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അധികം കേട്ടിട്ടുള്ള അയ്യപ്പൻ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും അതിൻ്റെ വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വരികളാണ്. അയ്യൻ അയ്യന് എനിക്ക് തോന്നുന്നു അത് അത്രയും പോപ്പുലറായ ഒരു പാട്ടല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ടിനെ പറ്റിയിട്ടൊന്ന് പാടുകയോ. 41 എന്ന് പറയുന്ന സിനിമയിൽ അപ്പൊ അയ്യപ്പനെ കാണാൻ പോകുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കഥയാണ് ശബരിമല. അപ്പൊ അയ്യപ്പനെ കാണാൻ മറ്റു ദൈവങ്ങളുടെ പോലെയല്ല, അയ്യപ്പൻ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ആണ്, കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്. അപ്പോൾ അല്ലെ, അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ മേൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരോപിക്കും. നമുക്ക് എന്തൊക്കെ നന്മകൾ വേണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ ചൊരിയാലോ. വേറെ ഒരു ദൈവം അത് സമ്മതിച്ചു തരണമെന്നില്ല. അപ്പം അത് ഒരേ സമയം തത്വമസി മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് ഉണ്ട്. കൊച്ചുതൊമ്മൻ എന്ന് പറയുന്ന സുഹൃത്ത്, വാവരെന്ന് പറയുന്ന വേറെ സുഹൃത്ത്. ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കാടിൻ്റെ ഉള്ളില്. അപ്പൊ അങ്ങനെ എല്ലാ ഈ അദ്വൈത സിദ്ധാന്തമാണെങ്കിലും പിന്നെ സോഷ്യലിസം, സംഘം, ബുദ്ധ വിഹാരം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഘം ബോധം എല്ലാവരും ചേർന്ന് ഒരേ സമയം ഇത് വിളിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് അതെല്ലാം അങ്ങനെ ഒരു നമ്മൾക്ക് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോഴും ഉണ്ടായതാണ് ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന പരിപാടികൾ. പിന്നെ ഒരു രണ്ടാം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണോ ശരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ എഴുത്തച്ഛൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ അദ്വൈത സിദ്ധാന്തവും ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു പരിപാടി പിടിക്കാം. അങ്ങനെയാണത് പറയുക. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ തേടലീ ജീവിത സാരം എന്നൊക്കെ. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ തേടലീ ജീവിത സാരം, അങ്ങനെ എന്ന് പറയുന്നത് മറ്റേ ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്നുള്ള വരിയെന്നാണ് നാരായണ ഗുരുവിൻ്റെ. അതുപോലെ ആർത്തിപ്പെരുമ്പാമ്പിൻ വായിലിരുന്നിട്ടും തീനിനപേക്ഷിക്കും പോലെ പാന്തരായി പാതവക്കിലെ വാടകപ്പുര വാഴും. ട്യൂൺ എക്സാക്ട്ലി അതല്ല, അത് മറ്റേ ഇതാണ് എഴുത്തച്ഛൻ്റെ ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം. അതുപോലെ ഉപനിഷത്തിലൊക്കെ പറയുന്ന അദ്വൈതത്തിലൊക്കെ പറയുന്ന പോലെ നാനാജീവ കുലങ്ങളിതൊറ്റയാം നൂലാൽ ബന്ധിതമാം എന്ന് പറയുന്ന വരി. അപ്പം അങ്ങനെ ഓരോന്ന് നമ്മൾ ഓരോ വരി കഴിയുമ്പോൾ നമുക്കിനി അടുത്തത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പിടിച്ചാലും ഓക്കെ എഴുതുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അനുകമ്പാദശകം തട്ടാം. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ. അപ്പൊ ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ എഴുതി അങ്ങനെ പോവുക. മറ്റേ എന്താ പറയാ, തനിച്ചൊരാളാളല്ല തനിക്കു താൻ പോരില്ല പരസ്പരം ഊന്നാകണം എന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, കൈ കോർത്ത് തന്നെ പിടിക്കണം എന്ന് പറയുന്ന അതാണ് ഈ സംഘം ശരണം ഗച്ഛാമി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ശരണം വിളി കൂട്ടായിട്ട് ഇങ്ങനെ ഹാർമണി നമ്മൾ പറയില്ലേ, അങ്ങനെയാണത് എഴുതി തീർത്തത്. മുന്നിലുള്ളതഖിലം ഇന്ദ്രിയാന്ത നടനം. അതെ, അത് ഇപ്പൊ മായ എന്നൊക്കെ പറയുന്ന എല്ലാവരും ഇതിനെ കുറിച്ച് പറയുമ്പോൾ
ശരത് സാറാണ് പാടിയിരിക്കുന്നത്. അതെ ശരത്തേട്ടൻ. ഭയങ്കര ഭയങ്കര രസമായിട്ട് പാടിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ് അത്. കുറച്ചും കൂടി ആൾക്കാർ കേൾക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.